സൗദിയിലെ പ്രവാസികളോട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പറയാനുള്ള ഒരു ഉത്തരമാണ് ജിദ്ദയിൽ. ഈ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്കറിയോ? അൽ ബലദ് ഹിസ്റ്റോറിക്കൽ ജിദ്ദ. ബലദിന്റെ ചരിത്രത്തിന് 1400 വർഷം പഴക്കമുണ്ട്. 400-500 വർഷം പഴക്കം ചെന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഇപ്പോഴും കാണാൻ പറ്റും. സൗദി അറേബ്യ എന്ന രാജ്യത്തിലെ പ്രധാന ഏരിയ ആയിട്ടുള്ള ജിദ്ദയിലെ ജനവാസം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ബലദിലാണ്. BC 500കളിൽ യമനിലെ മരിബ് അണക്കെട്ട് തകരുകയാണ്. മധ്യ യമനിലെ കുവാത്ത വിഭാഗം അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു ഇടത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ബലദിലേക്ക് എത്തുകയും ഇവിടെ ഒരു മത്സ്യബന്ധന ഗ്രാമം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ജിദ്ദയുടെ ജനവാസത്തിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് ബലദിന്റെ ഈ ഒരു വളർച്ച ജിദ്ദയെ വലിയൊരു നഗരത്തിലേക്ക് എത്തിക്കുകയാണ്. AD 647 മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ഒരു തുറമുഖം കൂടി ജിദ്ദയിൽ സ്ഥാപിക്കുന്നതോടുകൂടി ഇതൊരു തന്ത്രപ്രധാന കേന്ദ്രമായി മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളെല്ലാം എത്തിയിരുന്നത് ഈ ഒരു തുറമുഖത്താണ്. അതുമാത്രമല്ല, പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോ ഡി ഗാമ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു തുറമുഖം അതും ഈ ബലദാണ്. നിരവധി ഭരണാധികാരികൾ കൊതിച്ച ഈ ഒരു ബലദ് 500-400 വർഷം പഴക്കം ചെന്ന അതേ ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്ന ഈ ബലദ് പഴയ ചരിത്രം പോലെ തന്നെ ഇതേപോലെ നിലനിർത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മോഡൽ. അതായത് ബാൽക്കണികളാണ്, ഓരോ റൂമിനുള്ള ബാൽക്കണികളാണ്. അതേപോലെ തന്നെ ഇത് ജനലാണ്. അപ്പോൾ ഇത് ഫുള്ള് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ കമ്പികളൊക്കെ ഉണ്ട് കണ്ടോ, ഇതേപോലെ കമ്പികൾ, ഇതേപോലെ മരത്തിൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ പൊഴിഞ്ഞെടുക്കുകയാണ്. ഇതൊക്കെ ഇനി ഒന്നും കൂടി കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ഒന്ന് നല്ല രീതിയിലാക്കിയിട്ട് അത് ഹോട്ടലുകളായിട്ട് ഉപയോഗിക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ പ്ലാന്. ഇവിടെയൊക്കെ ഇതേപോലെ ഇതിനുള്ള ആളുകൾ സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തേക്കാണ്. ഇത് കണ്ടെങ്കിൽ വേറൊരു ടൈപ്പ്. എല്ലാത്തിനും ഈ പുറത്തേക്ക് തള്ളിയിട്ടുള്ള മരം കൊണ്ടുള്ള ഈ ബാൽക്കണികളാണ് ഇതിലെ ഹൈലൈറ്റ് കേട്ടോ. അത് ജനലൊക്കെ നോക്കി, ജനലൊക്കെ ചെരിഞ്ഞിനല്ലോ. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഭീമായിട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഇതുപോലത്തെ മരങ്ങളാട്ടോ. ഇത് കണ്ടെങ്കിൽ അടിപൊളിയല്ലേ, പഴക്കം ചെന്ന മരങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇതിങ്ങനെ ഇതാണ് കണ്ടോ. ഇത് തേപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ മരത്തിൻ്റെ പീസുകൾ വെച്ചിട്ടൊക്കെ ആട്ടെ. അതായത് ഒരു തട്ടല്ല, 2, 3, 4, 5 ഫ്ലോറുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ്, കോൺക്രീറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇതേപോലെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ കാണുന്നതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് അല്ലേ. ഇപ്പോൾ ഒരു പരിപാടികൾക്ക് വേണ്ടിയിട്ട് റോപ്പ്, അതായത് അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി ഡിസൈൻ മാറ്റും. ഇതൊക്കെ ഇതെങ്ങനെയാണ് പെയിൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഉഷാറാക്കി കൊണ്ടെടുക്കണം. ഇവിടെയൊക്കെ കണ്ട സീറ്റിങ്ങുകളുണ്ടോ, ഇതൊക്കെ രാത്രി ആകുമ്പോൾ ചാലും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ നേരെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ് ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്ത ബിൽഡിങ്ങുകളാണ്. എന്നാലും അതിൻ്റെ ആ ജനലൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊരു ഷോപ്പാണ്, അഹൽ അവാൽ ഡൈനിങ്. ഇതൊരു ഷോപ്പാണ്. ഇതൊക്കെ ഷോപ്പാണ്. പക്ഷേ ഇവിടുത്തെ ഷോപ്പുകൾ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഒരു ഈത്തപ്പന നോക്കി. ഇപ്പം നമ്മൾ കണ്ട് ആ ഒരു ബിൽഡിങ്ങിനെ പോലത്തെ ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇതൊന്ന് പുതിയതാക്കി മാറ്റുകയാണ്. പുതിയതാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫ്ലക്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് മറക്കും. അതിന് ശേഷം ബലദിൻ്റെ സ്റ്റിക്കറും അതൊക്കെ കാണാം കേട്ടോ. ഇതിമേൽ എന്താണ് ഇവിടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ജിദ്ദ ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷം അത് ഫുള്ളായിട്ട് മരങ്ങളൊക്കെ എവിടെയൊക്കെ മാറ്റേണ്ടി വെച്ചാൽ അവിടെയൊക്കെ മാറ്റിയിട്ട് ആ ബിൽഡിങ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇവർ റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നീട് അത് ഹോട്ടലുകളായിട്ടൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം കുത്തൊക്കെ കൊടുത്തിട്ട് നിലനിർത്തിയിട്ട് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഫുൾ CCTV നിരീക്ഷണത്തിലാണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി നിരീക്ഷണത്തിലാണ്. എല്ലാവിധ സെക്യൂരിറ്റി, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ നില നോക്കി, 1, 2, 3, 4, 5, 6 നിലയാണിത്. 6 ഫ്ലോറാണ് ഈ കാണുന്നത്. അതിൻ്റെ മുൻഭാഗമൊക്കെ നോക്കി ഫുള്ള് മരം കൊണ്ട്. ഇവിടുത്തെ ഒരു യമനി സ്റ്റൈലാണ്. ആ യമനി സ്റ്റൈലിൻ്റെ ഇത് വലിയ ഹോട്ടലാണ്, പഴയതോ വലിയ ഹോട്ടലാണ്. ഇതൊക്കെ ഇനി ഒന്നും കൂടി ഉഷാറാക്കി എടുക്കാനാണ്. ഇതേപോലത്തെ ഒരുപാട് വർക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും, ചിത്രവും കാര്യങ്ങളൊക്കെ. ഈ ഹോട്ടൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ, അടച്ചിട്ടില്ല. ഇതൊക്കെ ക്ലോസ് ചെയ്തതാണ്. ഇതൊക്കെ ഇനി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി കാർഡാട്ടോ വരുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊണ്ടെടുക്കില്ല, നമ്മളെ കാണിച്ചു തരില്ലേ? ഉണ്ട് വെറുതെ. ഓക്കെ, ഇത് നോക്കി ഇവിടെ അതേ സ്റ്റൈലിൽ ഒരുപാട്. ഇതിപ്പോൾ ഷോപ്പാട്ടോ. ഇത് നല്ല പുതിയ മരമാണ്. ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളും കാണാൻ പറ്റും, കുറച്ച് തകർന്നു പോയ. ഇപ്പോൾ ഒരു ഏകദേശം 1970 മുതൽ ഇവർ ഇതിനെ ഇതേപോലെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞ ഈ രാജാവിൻ്റെ കാലത്താണ് ഇതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു പരിഗണന കൊടുത്തിട്ട് $13 മില്യൺ ചിലവഴിച്ചിട്ട് ഇത് എങ്ങനെയായിരുന്നോ ഈ ഒരു ബലദ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ചെയ്തെടുക്കാനുള്ള പ്ലാനാട്ടോ. പെട്ടെന്ന് തന്നെ ഓരോ ഭാഗത്തും ഓരോ ബിൽഡിങ്ങുകളും നിർമ്മാണം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മളെ ഈ ഒരു പട്ടണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ബലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു പട്ടണമാണ്. ആ ഒരു പട്ടണത്തിൽ ഒരു പള്ളി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 500 വർഷത്തിനൊക്കെ മുകളിൽ പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഉൾഭാഗത്ത് ഒരു മാറ്റങ്ങളും വരുത്താതെ അതേ രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യാണ് ഇവർ. അപ്പോൾ പള്ളീൻ്റെ കാര്യങ്ങളുണ്ട്. ഇത് ഏകദേശം പള്ളിയാകുമ്പോൾ കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഹൈറ്റുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് അല്ല, മരം കൊണ്ട് തന്നെ ബീമും പില്ലറൊക്കെ വെച്ചിട്ട് ഇവിടെ ഈ ഗ്ലാസ് മാത്രമേ പുതിയതുള്ളൂ, ബാക്കിയൊക്കെ പഴയ കാലത്ത് എങ്ങനെയുള്ളത് അങ്ങനെ തന്നെ കേട്ടോ. പള്ളീൻ്റെ ഉള്ളൊക്കെ ജസ്റ്റ് കാണാം. വർഷങ്ങളോളം പഴക്കം ചെന്ന ആ ഒരു പട്ടണത്തിലെ വർഷങ്ങളോളം പഴക്കം ചെന്ന ഈ ഒരു പള്ളി, ഈ പള്ളിയുടെ തൂണിൽ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ വലിയ കല്ലുകളിൽ നിന്ന് വലിയ തൂണുകൾ, അതേപോലെ തന്നെ റൂഫിംഗ് ആയിട്ട് കോൺക്രീറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ വലിയ മരത്തടികൾ വെച്ചിട്ട് വലിയൊരു പള്ളി ഇതേപോലെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പള്ളി ഇപ്പോഴും പഴയതുപോലെ തന്നെ നിലനിർത്തുകയാണ്. AC കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഷേപ്പിലോ അതിൻ്റെ മിനാരങ്ങളിലോ ഒരു മാറ്റങ്ങളും വരുത്താതെ അതേ രീതിയിൽ തന്നെ നിലനിർത്തി പോരുന്ന പലതിലുള്ള ഒരു പള്ളിയാണ്. നമുക്ക് നിസ്കാര ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂട്ടത്. ഈ ഒരു പള്ളിയുടെ മുൻവശമൊക്കെ നന്നായിട്ട് നവീകരിച്ചിട്ടുണ്ട്, മാർബിളും സ്റ്റോണുകളൊക്കെ പാകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് ഈ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മുന്നിൽ കാണുന്ന ഇതേപോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 4 നിലയൊക്കെയുള്ള ബിൽഡിങ്ങിൽ കോൺക്രീറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മരത്തടികളാണ് എന്നത് തന്നെയാണ് ഇവിടുത്തെ അത്ഭുതം. ഏതൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ വീതിയുള്ള റോഡുകളും അതുപോലെ തന്നെ ഇതേപോലുള്ള റോഡുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഓരോ ഗ്യാപ്പിലേക്കും ഇതേപോലെ ഒരു സ്ട്രക്ചറുള്ളൊരു ടൗണാണ്, ഒരു പട്ടണമാണ്. അതേപോലെ തന്നെ ഇത് കുറച്ച് വീതി കുറഞ്ഞാലും അതായത് ആളുകൾ താമസിക്കുന്ന ഏരിയ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പം ഈ മതിലും ഈ ബിൽഡിങ്ങുകളൊക്കെ അത്രയും കാലം പഴക്കം മുന്നേ അത്രയും മുൻപ് തന്നെ ഇതേപോലെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി പുതിയതായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള അതിൻ്റെ ഫ്ലക്സും അതേപോലെ തന്നെ രാജാവിൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട് കേട്ടോ. പൂച്ചയൊക്കെ പുതിയതാട്ടോ, 500 വർഷം പഴക്കമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വേറെ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ, എല്ലാത്തിലും മരമാണ് കൂടുതലായിട്ടും എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ബലദിൻ്റെ ലോഗോ ഉണ്ടോ, അൽ ബലദ് അതായത് ജിദ്ദ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ്, പിന്നെ മിനിസ്ട്രി ഓഫ് കൾച്ചർ. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നത് കേട്ടോ. എവിടെ ചെന്നാലും ഇത്രയും രസമുള്ള ബിൽഡിങ്ങുകളായിട്ട് കാണാൻ പറ്റുന്നത്. ആ പഴയ രീതിയും ഭയങ്കര രസമാണ്. ഇതുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ആ പൊട്ടിപ്പൊളിഞ്ഞ അതേ സ്റ്റൈലിൽ കണ്ടോ, ഇത് പുനർനിർമ്മാണം നടത്തിയതാട്ടോ. അതിൻ്റെ ഇത് കണ്ടില്ലേ, മരമൊക്കെ അതേപോലെ മരം എടുത്തിട്ട് അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതുണ്ടല്ലോ, വാളുണ്ടല്ലോ, അതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ മരങ്ങളൊക്കെ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് അതിനൊന്നും കൂടി ഉറപ്പാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താട്ടോ. അതേപോലെ ഇതിന് നേരെ മുന്നിൽ തന്നെ ചെയ്യുന്നുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഫുള്ളായിട്ടും പഴയ ബലതാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് വർഷം പഴക്കമുള്ള ആ ബലത് അല്ലേ, അത് ഇനി മാറിയിട്ട് സാധാ പുതിയ ബലതിലേക്ക് വരാം കേട്ടോ. അതായത് പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഉള്ളതൊക്കെ പഴയത്, ഇനി പുതിയത് അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ആ ഓൾഡ് ബലതിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇനി പുതിയ ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ. ഇതൊക്കെ പുതിയ ബിൽഡിങ് ഇതേപോലെ ഉണ്ടാക്കിയതാണ്. അപ്പം പുതിയൊരു നവീകരിച്ചൊരു ബലദിൻ്റെ സ്റ്റാർട്ടിങ്, ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ആളുകളൊക്കെ ഉള്ളത്. ഈ ആളുകൾ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ വന്ന് തുടങ്ങട്ടെ ഇനി അടുത്ത വർഷങ്ങളോട് കൂടി. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആ വരുന്ന വഴി ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബലദിൻ്റെ എൻട്രി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി ആകുമ്പോൾ അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുണ്ടാകല്. റമദാൻ മാസം അതായത് നോമ്പിൻ്റെ ടൈമിലൊക്കെ ഫുൾ ആളുകളായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു റോഡ് വരെ ഇതേ രീതിയിൽ ഈ ഒരു സീബ്ര ലൈൻ കണ്ടോ, അതുവരെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബലദിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പെട്ട ഒന്നാണ് ബാബ് മക്ക, അതായത് മക്കയിലേക്കുള്ള വാതിൽ. ഈ ഒരു ബാബിന്, അതായത് ഈ ഒരു ഗേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്.
ഇത് വഴിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് ഹാജിമാർ പോയിരുന്നു കേട്ടോ. ഈ ഒരു ബാബു മക്ക ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ കടന്നുകൊണ്ടിരിക്കുന്ന ഈ ബാബു മക്കയുടെ ഈ ബാബിലൂടെ കടന്നു പോയിട്ടാണ് ഓരോരുത്തരും ഹജ്ജ് ചെയ്തിരുന്നത് കേട്ടോ. അന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് ഈ കവാടം കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ബാബു മക്ക, അതായത് മക്കയിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ മക്കയുടെ വാതിൽ എന്നൊക്കെ പറയും. ഇതാണ് കവാടം. ഞാനിപ്പോൾ കവാടം കടന്ന് അടുത്തി. ഈ ഒരു ബാബ് ഉണ്ടല്ലോ, ഈ ഒരു ഗേറ്റ് ഇത് ഇതേപോലെ തന്നെ നിലനിർത്തിക്കാണ്. ആ പഴയ കട്ട ഉണ്ടല്ലോ, കല്ല്, ആ കല്ലൊക്കെ വെച്ചിട്ടുള്ള. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് കൊടുത്തതുണ്ടോ, ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ പീസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കും അതേപോലെ തന്നെ വീടുകൾക്കൊക്കെ ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. ഇത് ലെവൽ ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കട്ട വെച്ചിട്ട് സിമെൻ്റ് അല്ല വേറെ എന്തോ ഒരു സംഭവം കൂട്ടിയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 ഗേറ്റുകളാണ്, 3 പാസ് ചെയ്യാനുള്ള 3 സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ 2 അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് വന്നു. ഇതിനൊരു ഗേറ്റും ഇതിനൊരു ചെറിയ റൂമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മരം കണ്ടങ്ങൾ പഴയ മരം കണ്ടില്ലേ, ഇതേപോലെ തന്നെ ബീമായിട്ട് കൊടുത്തതുണ്ടോ. കോൺക്രീറ്റ് അല്ല, കോൺക്രീറ്റിന് പകരം മരത്തിൻ്റെ വലിയ തടികൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും പടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഗേറ്റാണിത്. ഇതാണ് ബാബു മക്ക. ഇതിൽ ഇങ്ങനെയല്ലായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഫുള്ള് വീടുകളായിരുന്നു. പക്ഷേ ഇവരുടെ നവീകരണം, പുതിയ ഒരുപാട് പദ്ധതികൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഒഴിപ്പിച്ച് ആ കാണുന്നത് പൊടിക്കാറ്റാട്ടോ, അങ്ങോട്ട് കാണാത്തത് അവിടെയൊക്കെ പൊടിക്കാറ്റായതുകൊണ്ട് കേട്ടോ. ഇവിടുന്ന് വീടുകളൊക്കെ ഒഴിപ്പിച്ച് ഒരുപാട് പദ്ധതികൾ വരികയാണ്. പക്ഷേ എങ്കിലും ഇതുപോലത്തെ പഴയ ഓർമ്മകൾ നിലനിർത്തുന്ന ഗേറ്റുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളും പൊളിക്കുന്നില്ല. അത് അതേപോലെ തന്നെ നവീകരിച്ച് നിലനിർത്തുകയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. പ്രവാസികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നാടാണ് ജിദ്ദ. ജിദ്ദയുടെ കാഴ്ചയാണ്, ജിദ്ദയുടെ തുടക്കമാണ് അൽ ബലദ്. ബലദിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക.